ഈശോയിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോഴുള്ള അനുഭവമാണ്. ഞങ്ങൾ പുതുക്കാൻ പോയത് ഏകദേശം ഒരു ഞായറാഴ്ചയായിരുന്നു. അന്നേ ദിവസം തന്നെയായിരുന്നു ഉടമ്പടി ധ്യാനം നടന്നിരുന്നത്. ഒരുപാട് പേര് അന്ന് അതിന് പങ്കെടുത്തിരുന്നു. ഞങ്ങൾക്ക് നിൽക്കാൻ പോലുമുള്ള സ്ഥലം അവിടെ ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ നിന്നിട്ടാണ് ക്ലാസ്സൊക്കെ കൂടിയത്. ധ്യാനത്തിൻ്റെ സമയത്ത് ജോസഫ് അച്ഛനായിരുന്നു. പിന്നെ അതിനുശേഷം വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. പിന്നീടാണ് നമുക്ക് ഉടമ്പടി ക്ലാസ് ഉണ്ടായിരുന്നത്. അവിടെയും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും സ്ഥലം കിട്ടിയില്ല. സ്റ്റേജിലായിരുന്നു ഞങ്ങളിരുന്നത്. ഉടമ്പടി ക്ലാസ്സിന് ശേഷം നമ്മൾ മാതാവിൻ്റെ അടുത്തേക്ക് 13-ാം നമ്പറിൻ്റെ അടുത്തേക്ക് പോകും. അവിടെയാണ് നമുക്ക് ഉടമ്പടി പുതുക്കാനുള്ള സ്റ്റാർട്ടിംഗ് ഒക്കെ അവിടെ നിന്നായിരുന്നു. അവിടുന്ന് നമ്മൾ മാതാവിൻ്റെ രൂപം വഹിച്ചിട്ടാണ് നമ്മൾ ചാപ്പലിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് അവിടെ അതിൻ്റെ കൂടെ തന്നെ കുറേ സാക്ഷ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വലിയ വലിയ സാക്ഷ്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഈ മാതാവിൻ്റെ അടുത്ത് നിന്നാണ് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. പിന്നെ ഇവിടുന്ന് ഓരോ സെക്ഷൻ ഓരോ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. ഒരു ഗ്രൂപ്പിൽ ഏകദേശം 25 പേരോളം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് ഒരു 4 പേർക്ക് ലോട്ട് ഇട്ടിട്ട് മാതാവിനെയും തിരിയും അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും. എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മാതാവിനെ കിട്ടുന്ന ആൾ മുമ്പിൽ പോകും, പിന്നിൽ ബാക്കിയുള്ളവരൊക്കെ പോകും. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയം ഗാനരൂപത്തിൽ ആലപിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ആ ചാപ്പലിലോട്ട് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടെ ഒരു മാതാവിൻ്റെ മുമ്പിലാണ് നമ്മൾ നമ്മുടെ നിയോഗങ്ങളൊക്കെ ഇടുന്നത്. ഇവിടെ ഒരുപാട് തിരക്കുണ്ട്. എനിക്ക് എങ്ങനെയൊക്കെയോ മാതാവിൻ്റെ മുമ്പിലെത്താൻ പറ്റി. ഞാൻ മാതാവിൻ്റെ മുമ്പിലാണ് നിന്നത്. അതിൻ്റെ കൂടെ മാതാവിൻ്റെ കയ്യിൽ കുറേ മുല്ലപ്പൂമാലയൊക്കെ ഉണ്ട്. അതിൽ നിന്ന് മുല്ലപ്പൂവൊക്കെ ഒരുപാട് ആൾക്കാർ പറിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആ മാതാവിൻ്റെ അടുത്ത് പോയി ഒരുപാട് പ്രാർത്ഥിച്ച്. അപ്പോഴാണ് നമ്മുടെ ഈ മാതാവിൻ്റെ കാൽച്ചുവട്ടിൽ ഒരു വാഗ്ദാന പേടകത്തിൻ്റെ ഷേപ്പിലുള്ളൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മുടെ നിയോഗങ്ങളൊക്കെ ഇടേണ്ടത്. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ എത്രയും വേഗം അവിടുന്ന് ഇറങ്ങിപ്പോകണം. എല്ലാവരും നിയോഗങ്ങളൊക്കെ മാതാവിൻ്റെ കയ്യിൽ വെച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ടാണ് ആ ഇതിലോട്ടിടുന്നത്. ഞാൻ ഏകദേശം 7 മണിക്കാണ് അവിടെ പോയത്. 7 മണി 7:30. എൻ്റെ നമ്പർ 371 പക്ഷേ ഏകദേശം 2 മണി കഴിഞ്ഞു എൻ്റെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ. അത്രയധികം തിരക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും സംഭവിച്ചപ്പോൾ ഈ ഉടമ്പടിയിൽ തന്നെ തുടരണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ വീണ്ടും കുറച്ച് സഹനമാണെങ്കിലും അവിടെ പോയി അത്രയും നേരം നിന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉടമ്പടി എടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉടമ്പടി എടുക്കണം. കാരണം അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നതിനേക്കാളും നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നല്ലത് സംഭവിക്കും, അതുപോലെ തന്നെ ചീത്തയുണ്ടാവും. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാനുള്ള ശക്തി മാതാവ് തരും. ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി. ഞാൻ അതിന് മറുപടി തരാം. നിങ്ങളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.